യെസ്, ഇവിടെ മന്ത്രി രാജണ്ണ സ്വമേധയാ മാധ്യമങ്ങൾക്ക് മുൻപാകെ വന്ന് അങ്ങനെ ഒരു പ്രസ്താവന നടത്തുകയായിരുന്നു, അതോ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഒരു മറുപടി എന്നോണം അദ്ദേഹം അത് പറയുകയായിരുന്നു? ചോദ്യത്തിന് മറുപടി എന്നോണമാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത്. ആ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് നടന്നിട്ടുള്ളത്, ഇപ്പോൾ രാഹുൽ ഗാന്ധി ആരോപിച്ചിരിക്കുന്ന തെളിവുകളുമായി രംഗത്ത് വന്നിരിക്കുന്ന വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ അല്ലെങ്കിൽ ഇങ്ങനെ വോട്ടർ പട്ടിക ചേർത്തതെല്ലാം തന്നെ കോൺഗ്രസിന്റെ ഭരണകാലത്താണ്, നമ്മുടെ ഭരണകാലത്താണ്. അപ്പോൾ ആ സമയത്തൊന്നും തന്നെ നടപടി എടുത്തിട്ടില്ല. മൂക്കിൻ തുമ്പിൽ ഇത്തരം കാര്യങ്ങൾ നടന്നിട്ട് പോലും അന്ന് അതിനെ കണ്ണടക്കുകയാണ്, അതിന് നേരെ കണ്ണടക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ആ കാര്യം കൂടെ നമുക്ക് വന്നിരിക്കുന്ന പരാജയം കൂടെ മനസ്സിലാക്കണം, കോൺഗ്രസിന് വന്നിരിക്കുന്ന പരാജയം കൂടെ മനസ്സിലാക്കണം എന്നുള്ളതായിരുന്നു രാജണ്ണയുടെ വാക്കുകൾ. ദിവ്യ, യെസ്, ഇവിടെ നമ്മൾ പരിശോധിക്കുന്ന മറ്റൊരു കാര്യം, നേരത്തെ തന്നെ ഇദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ ഭിന്നത, ഈ കോൺഗ്രസ് സർക്കാരുമായി അഭിപ്രായ ഭിന്നതയെ അതൃപ്തിയുള്ള ഒരു വ്യക്തി കൂടിയാണോ മന്ത്രി രാജണ്ണ? ദിവ്യ, അങ്ങനെ നമുക്ക് കരുതാൻ പറ്റില്ല. കാരണം മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി അത്രയും അടുത്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത ആൾ എന്നുള്ള രീതിയിൽ തന്നെ വിലയിരുത്തപ്പെടുന്ന ഒരാളാണ് രാജണ്ണ. ഇത് എന്തുദ്ദേശത്തോടെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പോലും വ്യക്തമല്ല. അദ്ദേഹം എങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ അന്ന് നടന്നതാണ് എന്നുള്ള ഒരു ശുദ്ധമായ അർത്ഥത്തിലാണോ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതും വ്യക്തമല്ല. അതെല്ലാം തന്നെയാണ് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ കൂടിക്കാഴ്ച, സിദ്ധരാമയ്യയുമായി രാജണ്ണ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അപ്പോൾ ആ കൂടിക്കാഴ്ചയിലെല്ലാം തന്നെ ഈ വിഷയങ്ങൾ ഉയർന്നു വരും. എങ്ങനെയായിരുന്നാൽ പോലും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു പ്രസ്താവന, ഇത്തരത്തിലുള്ള ഒരു പരസ്യ പ്രസ്താവന എന്ന് പറയുന്നത് അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ്. അത് ഇന്ത്യ സഖ്യത്തിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരാൾ ഇത്തരം ഒരു അഭിപ്രായവുമായി മുന്നോട്ട് വരുന്ന സമയത്ത് ഇത്തരം പോരാട്ടത്തെ അത് പിന്നോട്ടടിക്കുമോ എന്നുള്ളൊരു ചിന്ത പോലും കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് BJP ഈ ഒരു ആരോപണം ഈ തെളിവുള്ള ഒരു ആരോപണമല്ല, ഇത് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നിട്ടില്ല എന്നുള്ളതാണ് BJP പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തോടും ഇപ്പോൾ BJPക്ക് ഒരു വീണ് കിട്ടിയ ആയുധമായിരിക്കുന്നു രാജണ്ണയുടെ പ്രസ്താവന, അങ്ങനെയല്ലേ? തീർച്ചയായും ദിവ്യ, കർണാടകയിലെ BJPയുടെ നേതൃത്വം എല്ലാം തന്നെ ആ രീതിയിലുള്ള ഒരു പ്രതികരണവുമായി ഇപ്പോൾ തന്നെ രംഗത്ത് വരുന്നുണ്ട്. കാരണം ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഒരു കോൺഗ്രസ് നേതാവ് തന്നെ പറയുകയാണ് എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളാണ് BJPയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പ്രതിഷേധവുമായി ഇന്നിപ്പോൾ നമ്മൾ കണ്ടതാണ്, ഇന്ത്യ സഖ്യത്തിന്റെ വലിയ പ്രതിഷേധ മാർച്ച് കണ്ടതാണ്. അങ്ങനെ രാജ്യവ്യാപകമായി തന്നെ ഈ വോട്ട് ചോർച്ചയ്ക്കെതിരെ, വോട്ട് കൊള്ളയ്ക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് പോകുന്ന സമയത്ത് കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള ഒരു എതിർസ്വരം അല്ലെങ്കിൽ ഒരു മാറിയുള്ള ഒരു സംസാരം എന്നുള്ളത് സ്വാഭാവികമായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്തോഷിക്കാനുള്ള ഒരു കാര്യമാണ്. അതൊരു വീണു കിട്ടിയ ആയുധമാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് തന്നെയാണ് കർണാടക സഹകരണ മന്ത്രി രാജണ്ണയുടെ പ്രസ്താവന. വോട്ടർ പട്ടിക തയ്യാറാക്കിയത് കോൺഗ്രസിന്റെ കാലത്താണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അദ്ദേഹത്തിന്റെ രാജി ഉടൻ ഉണ്ടായേക്കും. രാജി ആവശ്യപ്പെട്ടിരിക്കുന്നു ഹൈക്കമാൻഡിൽ നിന്ന് തന്നെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. ഷിത ജഗത്താണ് വിശദാംശങ്ങൾ നൽകിയത്.